السلام عليكم ورحمة الله وبركاته. الحمد لله السلام ورحمة الله وبركاته. الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات سورة المائدة، وسنتحدث اليوم من آية 51 إلى آية 57 من سورة المائدة إن شاء الله. നമ്മളിതിൻ്റെ നേരത്തെ തന്നെ ഭാഗം അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഒറ്റ വാക്കർത്ഥം ഇന്നാണ് തന്നിരിക്കുന്നത്. മിക്കവാറും വാക്കർത്ഥങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ചെറിയ സൂചനകളോടുകൂടി പഠിക്കാവുന്ന പദങ്ങളാണ്, അറിയാത്ത പദങ്ങൾ പോലും. ഓക്കെ, ഇതിലേതാണ് അറിയാത്ത പദം? ഈ നോക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ചിലപ്പം വൈകി കിട്ടിയത് കൊണ്ട് നോക്കാത്തതായിരിക്കാം. അത് നമുക്കറിയാത്ത വാക്ക് തന്നെ നോക്കി പോകാം. അറിയാത്ത വാക്കുകൾ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ യഹൂദ വന്നസാറ ഔലിയാ. ഔലിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിത്രങ്ങൾ. മിത്രങ്ങൾ. അല്ല, ഔലിയാക്കൾ സാധാരണ ഔലിയാക്കൾ എന്ന് പറയും. ഔലിയ എന്ന് പറഞ്ഞാൽ തന്നെ ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ ബഹുവചനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം ഇനി പറയാൻ. بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين سترى الذين في قلوبهم فاയും തറ എന്താണ്? ഫായും തറയും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ആണ് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ അബദ്ധം പറ്റും. ഫതറ അല്ല, ഫതറല്ലദീന. നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് വായിച്ചാൽ മാത്രമേ കേൾക്കുന്ന ആൾക്കും ഇത് ഫ വേറെയാണ് തറ വേറെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة. ദായിറയാണ് ഇവിടുത്തെ ഒരു പുതിയ പദം. ദായിറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ ചുറ്റി, ദാറുൻ വീട്. അപ്പൊ ദായിറത്തിൻ വളയം, ചുറ്റുന്നത് കേട്ടോ. റൗണ്ട് ബോട്ടിനും ദായിറ എന്ന് പറയും. ദായിറ അപ്പൊ റൗണ്ട് നേരത്തിൽ ദാറ ചുറ്റി. അപ്പോ വീണ്ടും ആവർത്തിച്ച് ഈ ദോറ് എന്നുള്ള ഒരു ഇന്ന് വരുന്നില്ലേ? ദോറ് എന്ന് പറഞ്ഞ ദൗറ്. അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ദൗർ എന്ന് പറയുന്നത്. ദാറ ചുറ്റി ആവർത്തിച്ചു വന്നു. അപ്പൊ ഒരു ആവർത്തനം കഴിഞ്ഞിട്ട് അടുത്ത ആവർത്തനത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഫ്ലോറിന് ദൗർ എന്ന് പറയുന്നത്. അപ്പൊ ദൗറുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫ്ലോർ. ദൗറുൽ അർദിയാണ് ഗ്രൗണ്ട് ഫ്ലോർ. ദൗറുൽ അവ്വൽ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഫ്ലോർ. അപ്പൊ ഇത് ദാറ യദൂറു ദായിറുൻ എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നത്. ദാറ ചുറ്റി, ദായിറുൻ ചുറ്റുന്നത്. ദായിറത്തുൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് വരുന്നത് എന്ന അർത്ഥം. അതിലാണ് ഇവിടെ ആപത്ത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുസീബന ദായിറത്തുൻ. അപ്പൊ അസാബ് യുസീബ് എന്ന് പറഞ്ഞാൽ ബാപത്ത് വായിച്ചിട്ടുണ്ട്. ദായിറത്തുൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവർത്തിച്ച് വരുന്ന എന്തെങ്കിലും സംഭവം. അതുകൊണ്ടാണ് തുസീബന ദായിറത്തുൻ എന്ന് ഓതുന്നത് കൊണ്ടാണ് ആപത്ത് എന്ന അർത്ഥത്തിൽ
ആശയം പറയും. فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. അപ്പൊ അസറ ദാറയുടെ മുളാരി എന്താ പറഞ്ഞ? ദാറ യദൂറു ആണോ? ദാറ യദൂർ, ദാറ യദൂർ, ദൗറുൻ, ദാഇറുൻ ആവർത്തിച്ച് വരുന്നവൻ, ദൗറുൻ ആവർത്തനം. അസർ എന്താണ്? നമ്മൾ ഈ ദാറ പഠിക്കുമ്പോൾ ദാറ് ഓർമ്മിച്ച് ഇത് എന്നത് എഴുതി വെക്കണം അവിടെ. അതേപോലെ പിന്നെ ദാറ ചുറ്റി എന്നർത്ഥമുണ്ട്. അത് പഠിച്ചു വെച്ചിട്ട് ദായിറത്തിൽ പഠിച്ചാലേ, അല്ലാതെ ദായിറത്തിൽ ഒറ്റയടിക്ക് ആപത്ത് നമുക്ക് പഠിച്ച് പറയാൻ പറ്റുന്ന സംഭവമല്ല. അസർ എന്താണ്? സിറും ജഹറും നമുക്കറിയാം. അപ്പൊ സിർ രഹസ്യമാണെങ്കിൽ അസറ രഹസ്യമാക്കി. പെട്ടു എന്ന് എവിടെ നീട്ടി? ആക്കി. പെട്ടു വരുമ്പോ കർമ്മണിയാകണം. കർമ്മണീയ സംഭവം ഒന്നുമില്ലേ? പിന്നെ അൻഫുസിഹിം നാദിമീൻ ഫയഖൂലു الذين آمنوا هؤلاء الذين أقسموا بالله جهد أيمان. അപ്പൊ ജഹദ് എന്താ? ജുഹദ് എന്ന് പറഞ്ഞാല് പരിശ്രമം, ത്യാഗം, പരിശ്രമം. ജാഹദ പരിശ്രമിച്ചു, ത്യാഗപരിശ്രമം. അപ്പൊ എന്താ ജഹദ ഐമാനിഹിം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഐമാന് ചെയ്യാം, സത്യം ചെയ്യാം. മേനക്കെട്ട് സത്യം ചെയ്യാന്ന് പറഞ്ഞതുപോലെ ഉറപ്പിച്ച് സത്യം ചെയ്യാന്നർത്ഥം. അതിനാണ് ജഹദ ഐമാനിഹിം എന്ന് പറയുന്നത്. ബലമായ സത്യം എന്നൊക്കെയാണ്. അത് പ്രയോഗത്തിലാണ് അതിന്റെ ഈ മീനിങ് വരുന്നത്. ഇന്നഹും ലമഅക്കും, അതേപോലെ ലമഅക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ല വേറെ, മ വേറെക്കും, വേറെ എന്നുള്ളതൊക്കെ നമുക്ക് ബോധം വേണം. ഹബിതത് അഅ്മാലുഹും ഫഅസ്ബഹു ഖാസിരീൻ യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും. ഇർതദ്ദ നമ്മൾ പഠിച്ചില്ല നേരത്തെ അല്ലേ? ഇർതദ്ദ എന്താണ്? മടങ്ങിപ്പോയി. ദീനിൽ നിന്നും ഇർത്തിദാദ് എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്നും ദീൻ കൈയൊഴിച്ച് പോകുന്നതിനാണ്. അതെ, മുർത്തദ് എന്നൊക്കെ പറയും. പക്ഷേ ഈ മുർത്തദ് എന്ന് പറയുന്നതും ഈ ഇർത്തിദാദ്, ഇർത്തദ്ദ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ നമ്മൾ നന്നായി ആ അർത്ഥം അവിടെ വെച്ചിട്ട് ചിന്തിച്ച് വേണം ആശയം പറയാൻ. നമുക്ക് അതിലേക്ക് വരാം ഒന്നുകൂടെ, നമ്മുടെ സമയ ലഭ്യത അനുസരിച്ച് അതിലേക്ക് വരാം. പറയുന്നത് ഇതാണ്, നമ്മൾ മുർത്തദായി പോയി. മുർത്തദായാൽ അവന്റെ തല വെട്ടണം എന്നാണ് എന്ത് വിധി. പക്ഷെ എന്ത് ചെയ്യരുത്? ചാടിക്കേറി ആ വിധി തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇർത്തദ്ദ എന്ന വാക്ക് എവിടെയാണ്, എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായി വായിക്കേണ്ട സംഭവമല്ല. പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിയമക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നിയമക്രമവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിച്ച് ഗ്രഹിച്ചു വേണം. എന്നിട്ട് അതിന്റെ ചരിത്രപരമായ വിഷയങ്ങളൊക്കെ പഠിച്ചു പോകണം. എന്നിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ വെറും ഒരു ദീനിൽ നിന്നുള്ള മടങ്ങിപ്പോക്കല്ല പറയുന്നത്. മറിച്ച് എന്താ, ദീനിൽ നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആള് മതം ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ പണിയെടുക്കുന്നില്ല. പണിയൊന്നും ഒരു ആക്ടിവിറ്റിയും ഇല്ല. ആള് നിർജീവനാണ്. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്ത്. അദില്ലത്തും അഇസ്സത്തും രണ്ട് പദം ഉണ്ട്. അപ്പം അഇസ്സത്ത് വെച്ചിട്ട് അദില്ലത്തിന്റെ അർത്ഥം കണക്കാക്കണം. അസീസിന്റെ അഇസ്സത്ത്. അസീസ് പ്രതാപവാൻ, അഇസ്സത്ത് പ്രതാപവാന്മാർ. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് പ്രതാപവാൻ അല്ലാത്ത എന്താണ്? അതില്ലത്ത്, ഇല്ലന്മാർ. അപ്പൊ ഇവിടെ അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് അവരെന്തായിരിക്കും? വളരെ
താഴ്മയായിട്ടായിരിക്കും പെരുമാറുക. ഐസത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളുമായി ഇടപെടുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും? അവർ നല്ല ഗംഭീര്യത്തോടുകൂടിയായിരിക്കും ഇടപെടുക. ശ്രദ്ധിച്ചിരിക്കേണ്ട സംഭവമാണ്. നമ്മൾ നേരെ തിരിച്ചാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ഒരു 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 സാദാസീത വിശ്വാസിയാണെങ്കിൽ അയാളെ എന്ത് ചെയ്യും? നമ്മൾ ഡിപ്രസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. അതേസമയം കുറെയൊക്കെ നേതൃപാളകവും മറ്റ് മതസ്ഥരും ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മൾ അവർക്ക് വളരെ റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും പെരുമാറും. അങ്ങനെയല്ല, നമ്മളെ കയ്യിലുള്ള ഈമാനാണ് എന്ത്? ഈമാനും ഇസ്ലാമുമാണ് നമുക്ക് ഇജ്ജത്ത് നൽകുന്നത്. അങ്ങനെ ഈമാൻ ഉള്ളവന്റെ അടുക്കൽ എന്ത് ചെയ്യണം? നമ്മൾ അതില്ലത്തായിട്ട് പെരുമാറും, വിനയമായി പെരുമാറും. അതേസമയം നമ്മളെ അടുക്കൽ ഈമാനുണ്ട്, മറുകക്ഷിയുടെ അടുക്കൽ എന്തില്ല? ആ വിശ്വാസമില്ല. അതുകൊണ്ട് അവന്റെ അടുക്കൽ എന്ത് ചെയ്യണം? നമ്മളെ ഇജ്ജത്ത് എന്ന് പറയുന്നത്, നമ്മളെ പ്രതാപം എന്ന് പറയുന്നത് വിശ്വാസം. അപ്പം അതില്ലത്തിനാലും മുഅ്മിനീൻ ഐസത്തിനാലും കാഫിരീൻ, സത്യനിഷേധികളോട് അടുക്കൽ പ്രതാപത്തോടുകൂടി പെരുമാറുന്നവരാണ്. ജാഹിദുന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലാഇം. ലാമ യലൂമു ആക്ഷേപിച്ചു, ലാമ യലൂമു ആക്ഷേപിച്ചു. അപ്പൊ അതിൽ നിന്നും ലായിമ് കിട്ടും. ലൗമത്ത് ആക്ഷേപം, അത് കിട്ടും. ലൗമത്തിന് ആക്ഷേപം, ലായിമുൻ ആക്ഷേപിക്കുന്നവൻ, ലാമ യലൂമു ആക്ഷേപിച്ചു. ذلك എലുമോ ചാഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ അറിയില്ലേ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ, ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായി. ഈ ടെക്നോളജി ഓക്കെ. നോ സൗണ്ട്. കേൾക്കാനില്ല ഉസ്താദ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ സൂറത്തുൽ അഹ്സാബ്, എന്തായിരുന്നു അഹ്സാബിന്റെ? അഹ്സാബ് സംഘങ്ങൾ, കക്ഷികൾ, കിടങ്ങല്ല. കക്ഷികൾ. സൂറത്തുൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ കിടങ്ങ് വെച്ച യുദ്ധമാണ്. പക്ഷെ അഹ്സാബിന്റെ പേര് വന്നിരിക്കുന്നത് കക്ഷികളിൽ നിന്നാണ്. അലൈഡ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ സഖ്യകക്ഷികൾ. ആ അർത്ഥത്തിലാണ് അസ്ഹാബുൽ ഹുദൂദ് അല്ലേ? കിടങ്ങിന്റെ ആൾക്കാരല്ലേ? അത് വേറെ. അഹ്സാബ് ഇവിടെ അഹ്സാബ്. അപ്പൊ അതിന്റെ ഏകവചനമാണ് ഹിസ്ബ്. അഹ്സാബിന്റെ ഏകവചനമാണ് എന്ത്? ഹിസ്ബ്. അതിൽ നിന്നാണ് ഹിസ്ബുള്ള വന്നത്.
അതിന്നാണ് ഹിസ്ബുള്ള വന്നത്. പേര് ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട സംഭവമാണ്. ഇത് ശ്രദ്ധിച്ചുപയോഗിക്കണം. നമ്മൾ പഠിക്കേണ്ടതും പാഠം ഉൾക്കൊണ്ടതുമായ പല സംഗതികളുണ്ട്. അതിലൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിലൊക്കെയും നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എല്ലാം ദൃഷ്ടാന്തങ്ങളാണ്. നമുക്ക് പഠിക്കേണ്ട പാഠം ഉൾക്കൊള്ളേണ്ട സംഗതികളാണ് എല്ലാം. എല്ലാത്തിലും സത്യവിശ്വാസികൾക്ക് പാഠങ്ങളുണ്ടെന്നാണ്. നമുക്ക് എന്താണ് ഗുണപാഠം എന്ന് നമ്മൾ എപ്പോഴും വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഓരോ വിഷയങ്ങളിലും നമുക്ക് എന്താണ് ഗുണപാഠം. വീക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പതർച്ച പറ്റിപ്പോകും. 2 ടവർ തകർത്തപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ഓക്കെ സന്തോഷം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? നമ്മളെ പേരിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ സംഭവിക്കും. കാരണം വളരെ വാർത്ത വളരെ ശ്രദ്ധാപൂർവം ഏത് വാക്ക് ഉപയോഗിച്ചാലും അതിനെന്താണ്, അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് മീനിങ് ഉപയോഗിച്ചിട്ടുണ്ടോ, ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നത് വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട സംഭവമാണ്. അപ്പോ ഇവിടെ പറഞ്ഞ ഹിസ്ബ്, അഹ്സാബ് ഒക്കെ ഹിസ്ബിന്റെ ബഹുജനമാണ് അഹ്സാബ്. ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവരാണ് വിജയിക്കുന്നവർ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ ലദീന ഇത്തഖദൂ ദീനക്കും ഹുസുവൻ, അതൊരു പുതിയ വാക്കാണ്. അതൊരു പുതിയ വാക്കാണ് ഹുസുവ്. എന്താ ഹുസുവ്? ഭയഭക്തിയാണ്. ഭയഭക്തിയൊന്നുമില്ല, തമാശയല്ലേ? തമാശ. തമാശ തമാശ. പരിഹാസം. പിന്നെ ലൈബ, അത് കളിയാക്കല, കളി, ലൈബും ലൈബിന് കളി. അപ്പൊ തമാശയും കളി. ഇന്നല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വൽ കുഫാറ ഔലിയാ വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ. ഇത്രയും പദങ്ങളാണ് നമുക്ക് പുതിയതെന്നോ അല്ലെങ്കിൽ അറിയാത്തതെന്നോ ഒക്കെ ഉള്ള എതിരെപ്പെടുത്താവുന്നത്. ദായിറത്തിന് പറഞ്ഞു, ദാറ എദൂറിൽ നിന്നാണ് വരുന്നത്. തുസീബന ദായിറത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദായിറത്തിന് ആപത്ത് എന്ന് പറഞ്ഞത്. അസറ മറച്ചു വെച്ചു, സിറുൻ രഹസ്യം, അസറ രഹസ്യമാക്കി വെച്ചു. ജഹദ് ഐമാനിഹിം, കടുത്ത സത്യം, ബലമായ സത്യം, ഉറപ്പിച്ചുള്ള സത്യം. പിന്നെ അസില്ലത്തിന് എന്ന് പറഞ്ഞാൽ നിന്ദിതരാണ്. അതേസമയം ഒരാളോട് പെരുമാറുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് അതില്ലത്ത് എന്ന് പറഞ്ഞപ്പോ വിനയാന്വിതർ. വിശ്വാസികളോട് പെരുമാറുമ്പോൾ നിന്ദ്യരായിട്ട് പെരുമാറണമെന്നല്ല പറഞ്ഞത്. നമ്മൾ അതില്ലത്ത് നിന്ദ്യരായി എന്ന് സുഹൃത്ത് ബക്രയിലായതോ ഭാഗത്ത് വന്നിട്ടുണ്ട്. ദില്ലത്ത്, ദുരിബത്ത് അലൈഹിമുൽ ദില്ലത്ത്, അവർക്ക് നിന്ദ്യത അവർക്ക് മുദ്രണം ചെയ്യപ്പെട്ടു. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ നിന്ദ്യതയല്ല, മറിച്ച് എന്താണ്? വിനയാന്വിതനായ അവസ്ഥ, താഴ്മയായിട്ടുള്ള അവസ്ഥ. പിന്നെ അജീസിന്റെ ബഹുവചനം പ്രതാപവാൻ. ലാമ അലൂമുവിൽ നിന്നും ലൗമത്തും കിട്ടും, ലായിമും കിട്ടും. ഹിസ്ബ് കക്ഷി, ഹുസുബ് തമാശ, ലൈബ് കളി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറാ ഔലിയാ ബഅ്ദുഹും ഔലിയാഉ ബഅദ് വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين. يا أيها الذين آمنوا من يرتد
منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون ومن يتولى الله ورسوله والذين آمنوا فإن حزب الله هم الغالبون يا أيها الذين آمنوا لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين أوتوا الكتاب من قبلكم والكفار أولياء واتقوا الله إن كنتم مؤمنين. അപ്പോൾ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ എന്ന് പറഞ്ഞിടത്ത് എന്താണ് മീം ഇട്ടിട്ടുണ്ട്. കമ്പൽസറി സ്റ്റോപ്പ് ആയിട്ടുള്ള മീം നിർബന്ധമായും നിർത്തണം. അല്ലെങ്കിൽ ബഅദുഹും ഔലിയാ ബഅദും കൂടെ ചേർന്ന് പോയാൽ ഇതായി ആശയത്തിൽ വ്യത്യാസം ഉണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. അപ്പോൾ അള്ളാഹ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാ തത്തഖിദുൽ യഹൂദ ജൂതന്മാരെ നിങ്ങൾ സ്വീകരിക്കരുത്, വന്നസാറ ക്രിസ്ത്യാനികളെ ഔലിയാ ആത്മമിത്രങ്ങളായി സ്വീകരിക്കും. ഇവിടെ ആത്മമിത്രം എന്ന് പറഞ്ഞാൽ ഉറ്റ സുഹൃത്ത് എന്ന അർത്ഥമല്ല. വലിയ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന എല്ലാമായ അവസ്ഥ. നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് അപ്പുറമുള്ള സംഭവമാണ് വലിയ എന്ന് പറയുന്ന സംഭവം. ആത്മമിത്രം എന്ന് പറഞ്ഞാൽ അയാളെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ ആദർശപരമായ ബന്ധം. ആദർശം എന്ന് പറഞ്ഞാൽ തായ്വേരുന്ന. അപ്പൊ നമ്മൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണത്തിന്റെ ആ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധം. ആ ബന്ധം എന്ന് പറഞ്ഞാൽ അയാളുമായിട്ട് ഒരു അന്യമതസ്ഥനുമായി നമ്മൾ അടുപ്പം സ്വീകരിക്കണം, സൗഹൃദ ബന്ധം ഉണ്ടാകണം, അയൽവാസികളുമായി ബന്ധം ഉണ്ടാകണം, അയാൾ ആപത്തിൽ നമ്മൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ ബന്ധമല്ല. മാനുഷിക ബന്ധത്തിന് അപ്പുറമുള്ള മാനുഷികമായ എല്ലാ ബന്ധങ്ങളും എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാനുഷികമായ ബന്ധങ്ങൾ എന്നത് എപ്പോഴും സൂക്ഷിക്കേണ്ട ബന്ധമാണ്. അതേസമയം മാനുഷിക ബന്ധത്തിനപ്പുറം വിശ്വാസപരമായ വിഷയങ്ങളുണ്ടാവും. വിശ്വാസപരമായ വിഷയങ്ങൾ അവിടെ എന്താണ് ആദർശ ബന്ധമാണ്. ആ ആദർശ ബന്ധം എന്ന് പറയുന്നത് അത് അങ്ങോട്ട് കടന്നു ചെയ്യാൻ എന്ത് ചെയ്യാൻ പാടില്ല, കടത്തിവിടാൻ പാടില്ല. ഞാൻ ആലി ഇമ്രാനിൽ പഠിച്ചു ദൂണിക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങളല്ലാത്തവരെ നിങ്ങളുടെ ഉള്ളുകളിൽ അറിയുന്നവരാക്ക്. അപ്പൊ അങ്ങനെ അൽ വലാ വൽ വറാ എന്ന് പറയുന്ന നമ്മൾ ഈ വലിയ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയ ഭാഗങ്ങളൊക്കെ എടുത്ത് പ്രത്യേകം ഞങ്ങളെ 2 ആഴ്ച നമ്മൾ ഇടവേള കിട്ടിയത്. പക്ഷെ ചർച്ചയിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അസുഖവുമായി ബന്ധപ്പെട്ട റെസ്റ്റിലായിരുന്നു. പിന്നെ അതങ്ങ് വിട്ടുപോയി. എന്തായിരുന്നാലും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയം അതാണ് വലിയ. അങ്ങനെയുള്ള ആത്മമിത്രങ്ങളാക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത സുഹൃത്ത് ആക്കുന്നതിനല്ല. അടുത്ത സുഹൃത്ത് നിൽക്കണ്ടല്ലോ, അയാളെ എപ്പോഴും സഹായിക്കുക, അയാളെ ഏതാപത്തിൽ സഹായിക്കുക, കടം കൊടുക്കുക, തിരിച്ചു വാങ്ങിക്കുക, അത് മാനസികമായ വിഷയങ്ങളൊന്നുമല്ല. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ അൽ യഹൂദ വൻ നസാറ അവർ രണ്ടുപേരെയും എന്ത് ചെയ്യാൻ പാടില്ല, ആത്മമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. അവർ പരസ്പരം, ബാബുഹം എന്ന് പറഞ്ഞാൽ അവരിൽ ചിലർ ഔലിയാ ആത്മമിത്രങ്ങളാണ്. ചിലരുടെ ഔലിയാ ബാദിനെ ഔലിയാനെ ബാദിലേക്കുള്ള പദ്ധതി. ചിലരുടെ ഔലിയാക്കളാണ് അവരിൽ ചിലർ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ഔലിയാ ആണ്. അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും പരസ്പരം കടിച്ചു കീറുന്നവരാണ്. യഥാർത്ഥത്തിൽ അവർക്ക് താത്വികമായി അവർക്ക് ആദർശപരമായ ബന്ധമില്ല. അതേസമയം മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ശത്രുവാണ്, പൊതു ശത്രുവാണ്.
രണ്ടുപേരുടെയും ശത്രുവാണ്. ആ അർത്ഥത്തിൽ ലാ യഅലൂനക്കും ഖബാലൻ എന്ന് പറഞ്ഞല്ലോ. ലാ തത്തഖദു മിൻ ദൂനിക്കും ലാ തത്തഖദു ബിതാനക്കും മിൻ ദൂനിക്കും എന്ന് പറഞ്ഞു. ലാ യഅലൂനക്കും ഖബാലൻ അലുംറനിലാണ്. ഒരു അവസരവും എന്ത് ചെയ്യില്ല, അവർ പാഴാക്കില്ല. ഖദ് ബദത്തിൽ ബഅ്ദാഉ മിൻ അഫ്വാഹിഹിം, അലിമ്രാൻ തന്നെയല്ലേ. അത് ബദത്തിൽ ബഅ്ദാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായ്കളിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു, ശത്രുത ബദത്ത് വെളിവായിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിനേക്കാളും വലുതാണ്. ഇതാണ് അവരുടെ രണ്ട് ഭാഗത്തിന്റെയും കയ്യിലുള്ളത്. ആരെക്കുറിച്ച്? മുസ്ലിങ്ങൾ. ഇത് നമ്മൾ താത്വികമായി മനസ്സിലാക്കിയ സംഭവമാണ്. ഇതിലും അങ്ങോളം ഇങ്ങോളം ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ സൗദി അറേബ്യയിൽ മുതൽ കേൾക്കുന്ന സംഭവമാണ് ഈ അൽ വലാ വൽ ബറാ. അതുമായി ബന്ധപ്പെട്ട അനവധി ഖുത്ബകൾ ഞാൻ കേട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്ഥലത്തും എന്ത് ചെയ്തിട്ടില്ല, ഖുർആൻ പറഞ്ഞു തെറ്റിയിട്ടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ആരെങ്കിലും അവനെ അല്ലെങ്കിൽ അവരെ തവല്ലഹും മീൻകും, അവരെ നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ആത്മമിത്രമായി സ്വീകരിച്ചാൽ തവല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? തവല്ലക്ക് ഒന്നെന്താ അർത്ഥം പറഞ്ഞത്? പിന്തിരിഞ്ഞു. രണ്ടാമത്തെ അർത്ഥം ആത്മമിത്രമാക്കി. അതാണ് ഈ രണ്ടാമത്തെ അർത്ഥം ഇവിടെ. മയ്യത്തവല്ലഹും, ആരെങ്കിലും അവരെ ആത്മമിത്രമാക്കിയാൽ, മീൻകും അവർ നിങ്ങളിൽ നിന്നുള്ള. എന്താ പറഞ്ഞത്? ഇതൊക്കെ ആദർശപരമായ എന്താണ് ഈമാന്റെ ഭാഗമാണ്. ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 93 ഗൾഫിലെത്തി. അവിടെ വരെ ഇങ്ങോട്ട് അനവധി വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്തു അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ. അന്ന് മുതൽ ഇന്ന് വരെയും പലസ്തീനിൽ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അതിന് മുമ്പ് ഉള്ള സംഭവങ്ങൾ 1960-ലും 65-ലും ഒക്കെ നടന്ന സംഭവം, അത് നമ്മൾ ചരിത്രം പഠിക്കേണ്ടതാണ്. ജൂതന്മാര് പരാജയത്തിന്റെ വക്കോളം എത്തി. അന്നേരം ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ കയറി വന്നിട്ട് ഇന്ത്യയിൽ അറബ് ഐക്യത്തില്ല കൊണ്ട് തകർത്ത്. പിന്നെ അന്ന് മുതൽ എന്ത് ചെയ്യാണ്? ഒരു ഭാഗത്ത് സമാധാനം, മറുഭാഗത്ത് ആയുധ വിതരണം. നടത്തുന്നത് സമാധാനം ചർച്ച നടത്തുന്നതിനാണ്, ഒന്ന് ഇടവേള കിട്ടുന്നതിന്. മറുഭാഗത്ത് ആയുധം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാണ്. അപ്പോ ആരെങ്കിലും ഈ പറഞ്ഞ തത്വത്തിൽ, ഫിലോസഫിയിൽ ആർക്കെങ്കിലും സംശയമുണ്ട്, നിങ്ങൾ ആരെങ്കിലും അവനെ നമ്മ സഹായിക്കും എന്ന് വിചാരിച്ചിട്ട് അവനെ അവരെ മിത്രമാക്കി. ആ ഒരു മക്കൂട്ടത്തിലാണ്. ഞാനങ്ങനെ പറയണ്ടോ? ഇത് റബ്ബുൽ ഇസ്സത്ത് ആലിമുൽ അല്ലാമ പറഞ്ഞതാണ്. ഹൃദയങ്ങളുടെ സുദൂർ, കണ്ണിന്റെ കെട്ടുനോട്ടവും ഹൃദയത്തിൽ ഓടുന്നിരിക്കുന്നു അറിയുന്നത്. ആലിമുൽ ഗൈബി വസ്സമാവാത്ത്, ആകാശഭൂമികളിലുള്ള അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവരാണ്. ആലിമുൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവരാണ്. വല്ലഹും മീൻകും ബൈനഹും മിൻകും. ലാപ്സായിട്ട് വരും നമ്മുടെ വിശ്വാസം മുഴുവൻ. ലാപ്സായിട്ട്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ലാലിമുകളെ സഹായിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലേ? അപ്പൊ 2 പ്രാവശ്യം പറയാതെയാണ് അവൻ അവർക്കൂട്ടത്തിൽപ്പെട്ടവനാണ്, അവൻ ലാലിമാണ്. അങ്ങനെയുള്ള ലാലിമുകളെ അല്ലാഹ് നേർമാർഗത്തിലാക്കില്ല. അവർക്ക് സ്വബോധം ഉണ്ടാക്കി കൊടുക്കൂലെന്നാ പറഞ്ഞു.
അവർ നേരെ വഴി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇപ്പൊ അവർ ഉടമ്പടിയുമായിട്ട് വരും, ഇപ്പൊ അവർ നമുക്ക് സന്ധി സംഭാഷണമായിട്ട് വരും, ഇപ്പൊ യുദ്ധം തീരും, ഇപ്പൊ ജനങ്ങൾക്ക് സമാധാനം ജീവിക്കില്ല, ഒരിക്കലും കഴിയില്ല. ഈ സമാധാനമായിട്ട് ജീവിച്ചാൽ തന്നെയും അവരവരുടെ വീടുകൾ കൊടുക്കുമോ, അവരവരുടെ നാടുകൾ കൊടുക്കുമോ? ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളവർ. കൊളസ്ട്രോളും ഇതൊന്നുമല്ല, ഹൃദയത്തിൽ രോഗം. അല്ല, ഇന്ന ഫിൽ ജസദി മുദ്ഗത്തുൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു എന്ന ആ തത്വം നേരത്തെ തന്നെ പറഞ്ഞില്ലേ മനസ്സിലാക്കുക. അതാ പറയുന്നത്. ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദ്. നമ്മൾ ഫീ ഖുലൂബിഹിം മറദുൻ സൂറത്ത് ബഖറയിൽ പഠിച്ചല്ലോ, പല സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ്. അപ്പൊ രോഗം വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോ ഫീ ഖുലൂബിഹിം ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവരെ നിനക്ക് കാണാം. ഫതറ, നിനക്ക് കാണാം. അല്ലദീന, ഒരു വിഭാഗത്തെ, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. ഹൃദയത്തിൽ രോഗമുള്ളവരായ ഒരു വിഭാഗത്തെ നിനക്ക് കാണാം. ഇവിടെ തറ എന്നതിന്റെ കർമ്മമാണ് അല്ലദീന, അതിന്റെ ഒബ്ജക്റ്റ് ആണ് അല്ലദീന, അതായത് ഒരു വിഭാഗം. പിന്നെ അല്ലദീന എന്ന് പറഞ്ഞാൽ പിന്നീട് അത് അല്ലദീന പറഞ്ഞുകൊണ്ട് ആ ബാക്കി കാര്യങ്ങൾ പറയും. അപ്പൊ അല്ലദീന പറഞ്ഞ ശേഷം പറയുന്ന വിശേഷണമുള്ള ഒരു വിഭാഗം. അപ്പൊ അവിടെ നമുക്ക് നെസ്ബിന്റെ അടയാളം കാണാൻ പറ്റില്ല. അല്ലദീന ഈ അടയാളം മാറും. അല്ലദീന എന്താണ്? അല്ലദീന ഉറച്ചാണ്, മബിനിയാണ്. ഫീ ഖുലൂബിഹിം മറദുൻ യുസാരിഊന ഫീഹിം, അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? മത്സരിക്കുക. ഞങ്ങളാണ് അവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിലുള്ളത്, നമുക്ക് ഒത്തൊരുമിച്ച്, അവരെയൊക്കെ പോട്ടെ, അവരൊന്നും നമ്മൾ പറയുന്ന രീതി വരില്ല, അതുകൊണ്ട് നമുക്ക് മുന്നേറാം, നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. എപ്പോഴും എന്ത് ചെയ്യും? അവരുമായിട്ട് സംസാരിക്കുകയും സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യും, ചായ കുടിക്കുകയും. അങ്ങനെ ഒരുപാട് ഷർമ ഷേഖ് പോലുള്ള ഒരുപാട് സന്ധി സംഭാഷണങ്ങൾ നടന്നു. അതെല്ലാം എന്താണ്? ചായ സൽക്കാരങ്ങൾ മാത്രമായി അവശേഷിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? എന്നിട്ട് എന്തുകൊണ്ടാണ് അവരുമായിട്ട് അവരുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്നത്? അവരുമായി ഒത്തൊരുമിച്ച് പോകുന്നതിന്, അല്ലെങ്കിൽ സന്ധി സംഭാഷണം നടത്തുന്നതിന്, അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്നതിന് എന്ത് ചെയ്യും? യുസാരിഊന, അതിനാണ് ധൃതി കാണിക്കുന്നത്. യഖൂലൂന, അവരെന്താ ന്യായം പറയുന്നത്? നഖ്ശാ അൻ തുസീബനാ ദാഇറ, എന്തെങ്കിലും ആപത്ത് വരുമ്പോ അവരുണ്ടാവുള്ളൂ സാഹചര്യം. നമുക്ക് ആയുധം വേണമെങ്കിലും, നമുക്ക് ടെക്നോളജി വേണമെങ്കിലും അവരേ ഉള്ളു. അവരുമായിട്ട് ഒത്തിരി നിന്നില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അവർക്ക് നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ആവാസം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്, ആസ്ഥാനം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ തീരുമാനിക്കണമായിരുന്നു ആസ്ഥാനം കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്. കച്ചവടം നടത്താനുള്ള പെർമിഷൻ കൊടുത്തോളൂ. കുറച്ചാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കേ കച്ചവടം നടത്താവൂ, വേറെ ആർക്കും കച്ചവടം ചെയ്യാൻ പാടില്ല. പിന്നെ അവരോട് ഓർഡറുണ്ടാക്കി. ഇതാണ് അവസ്ഥയെങ്കിൽ അവർക്ക് നമ്മുടെ ആളുകളെ ഡിപ്രസ് ചെയ്യാൻ വേണ്ടി, അടിച്ചമർത്താൻ വേണ്ടി അവസരം കൊടുക്കുകയാണ്. നമ്മുടെ പാപ്പാടെ മക്കളെ, നമ്മുടെ ഉമ്മയുടെ മക്കളെ, നമ്മളെ ജ്യേഷ്ഠത്തിലെ മക്കളെ, ജ്യേഷ്ഠന്റെ മക്കളെ, സഹോദരന്റെ മക്കളെ, സഹോദരി മക്കളെ, നമ്മുടെ കുടുംബക്കാരെ, വിശ്വാസികളെ, നമ്മളോടൊപ്പമുള്ള ഒത്തൊരുമിച്ച് വിശ്വസിച്ച് ഒരുമിച്ച് നമസ്കരിക്കുന്നവരെ, ഒരുമിച്ച് നോമ്പെടുക്കുന്നവരെ, ഒരുമിച്ച് ഈദാഘോഷിക്കുന്നവരെ, ഒരേ ഖുർആനിൽ വിശ്വസിക്കുന്നവരെ, അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി മറ്റവർക്ക് എന്ത് ചെയ്യുക? സാഹചര്യം ഒരുക്കി കൊടുക്കുക. പിന്നീട് എന്തായി? പിന്നീട് ഈ ഒരുക്കി കൊടുക്കുന്നവർ എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, മറ്റേ ചെയ്യില്ല, മറിച്ച് ചെയ്യില്ല എന്നൊക്കെ പറയും. വലിയ വലിയ ടെക്നോളജിയെ കൊണ്ടുപോകും. എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന സാമഗ്രികളൊക്കെ എന്ത് ചെയ്യാണ്? അവർ കൊടുക്കുന്ന സാമഗ്രികളാണ്. പിന്നെ ഇവർ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം എന്ത് ചെയ്യും? സഞ്ചരിക്കുന്ന വഴിയിൽ പോകുന്ന വഴികളിലെല്ലാം മെറ്റൽ ഡിറ്റക്ടർ വയ്ക്കും. എന്നിട്ട് അത് കണ്ടെത്താനുള്ള സംവിധാനം കൊടുക്കും. അതെല്ലാം കോടിക്കണക്കിന് റിയാലോ അല്ലെങ്കിൽ ദൃഹമുകളോ കൊടുത്തിട്ടാണ് അവർ
സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ ആ ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവർ വിചാരിക്കും ഓക്കെ നമ്മൾ സേഫ്, നമ്മൾ സുരക്ഷിതം, നമ്മൾ സുരക്ഷിതമാണ്, നമ്മുടെ സ്ഥാനമാനങ്ങൾ സുരക്ഷിതം. നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു വിഷയമാണ് ഇത് പറയുന്നത്. ഇതെന്താണ് ഈസാരിയും എപ്പോഴും നക്ഷാൻ കുസീബന ദാഹിറ, നമുക്കതിൽ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായാലോ, ഇവിടെ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലേക്ക് കടന്നു കയറിയാലോ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കുസീബന ദാഹിറ, എന്തെങ്കിലും ആപത്ത് ഞങ്ങൾക്ക് ബാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുമായി ഒത്തുപോകാൻ വേണ്ടി ധൃതി കാണിക്കുന്നത്. فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. فعسى الله أن يأتي بالفتح, الله വിജയം കൊണ്ടുവന്നേക്കാം. عسى الله أن يأتي بالفتح أو أمر من عنده, അല്ലെങ്കിൽ അവന്റെ അടുക്കൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പന അല്ലെങ്കിൽ ഉത്തരവ് വിഷയങ്ങൾ അള്ളാഹ് കൊണ്ടുവരാം. ആയിത്തീരും. എന്താണ് എന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെ വന്നാൽ അപ്പോൾ ആയിത്തീരും. യുസ്ബിഹൂനെയാണ് അവിടെ കണ്ടീഷന്റെ ഉപാധി ആയതുകൊണ്ടാണ് നൂന് പോയത്, ഉപാധിയുടെ റിസൾട്ട് ആയതുകൊണ്ടാണ് നൂന് പോയത്. യുസ്ബിഹു അപ്പോൾ അവരങ്ങനെ ആയിത്തീരാനും ഇടയുണ്ട്. എങ്ങനെ ആയിത്തീരും? അലാമ അസറു ഫി അൻഫുസിഹിം, അവരുടെ മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്ന കാര്യത്തിൽ. നാദിമീൻ, നാദിമീന്റെ ഫേൽ മാവി എന്താണ്? നാദിമീൻ, അതിന്റെ പേര് മാതി പറയുമ്പോ 3 അക്ഷരം ചിലക്ക് നോക്കണം. ആ 3 അക്ഷരം അഭിപ്രായം പറഞ്ഞു. അപ്പൊ നാദ വരുമ്പോഴത്തേക്ക് മീം എതുകൂടെ പെടുത്തും? നദിമ എന്തമു, ഖേദിച്ചു. നദിമ എന്തമു, നാദിമുൻ ഖേദിക്കുന്നത്. നാദിമിൻ, അവരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന കാര്യത്തിൽ അവർ ഖേദിക്കുന്നവരായിത്തീരും. അപ്പോ വിശ്വാസികൾ ചോദിക്കും, ഇവരാണോ അള്ളയെ കൊണ്ട് ആണയിട്ട് പറഞ്ഞ ആൾക്കാർ? ജഹ്ദ ഐമാനിയും, അങ്ങേയറ്റത്തെ സത്യം, അക്സമ സത്യം ചെയ്തു. ഹഉലായി ഇവരാണോ അല്ലദീന അഖ്സമു ബില്ലാഹി അള്ളയെ കൊണ്ട് സത്യം ചെയ്തവർ? ജഹ്ദ ഐമാനിയും ഉറച്ച സത്യം, അങ്ങേയറ്റത്തെ സത്യം. ഇന്നഹും ലമാക്കും, ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് സത്യം ചെയ്തത് ഇവരാണോ എന്ന് വിശ്വാസികൾ ചോദിച്ചു പോകുന്നു. സൗണ്ട് പോയി ഉസ്താദേ, സൗണ്ട് പോയി. പലപ്പോഴും സൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട് ചെറുതായിട്ടല്ലേ? ഇപ്പൊ തീരെ കേൾക്കാമല്ലോ. ഒന്നും കേൾക്കാനില്ല കേട്ടോ, ഒന്നും കേൾക്കാനില്ല. ഒന്നും കേൾക്കുന്നില്ല. നമുക്കാർക്കൊന്നും കേൾക്കുന്നില്ല. ഉസ്താദ് അറിഞ്ഞിട്ടില്ല. ഉസ്താദ് അങ്ങോട്ടും കേൾക്കണില്ല എന്നുണ്ട്. ഇല്ല, ആരെങ്കിലും കൈ ഉയർത്തി, ഒന്ന് കൈ ഉയർത്തിയാ മതി. റിയാക്ഷൻ ആണോ?
അതിനെ കാണാല്ലേ? കൈ ഉയർത്തിയെല്ലാം കാണുന്നുണ്ട്. അത് കാണുന്നില്ല. ഉസ്താദിനെ ഒന്നും കേൾക്കാൻ വയ്യ സാർ. ഉസ്താദിനെ കാണുന്നില്ല അല്ലെ? വായ ഇളകണ്ടോ? ഇല്ല, അതെ അതെ. അപ്പൊ എന്തോ ചെയ്യണ്ട്. സംഗതി ഇവിടെ ഇട്ടിരിക്കുന്നു. പലപ്പോഴും നമുക്ക് സൗണ്ട് മുഴുവൻ കേട്ട് ചെവിയുടെ അടുത്ത് വെച്ചിട്ട് പോലും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ചോദിച്ചാൽ മാത്രം കേൾക്കും. അപ്പം മൈക്ക് മാറ്റി. കുറച്ച് നേരമായിട്ട് ക്ലാസ് ഇട്ടതൊന്നും കേട്ടില്ല ഉസ്താദ്. ഏത് കേട്ടില്ല? കുറച്ച് സമയമായിട്ടൊന്നും കേട്ടൂടാ. കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് മുമ്പ് തുടങ്ങിയാ മതി. വീണ്ടും റിപ്പീറ്റേഷൻ. അല്ല, ആദ്യം നെതിമ തുടങ്ങി കേട്ടില്ല. കേട്ടു അതുവരെ. അതുവരെ فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم നാദിമീൻ. അപ്പം അങ്ങനെ അള്ള പറയുന്നതിന് വിരുദ്ധമായി നമ്മൾ മറ്റൊരു വിഭാഗത്തെ അവർ നമ്മളെ സഹായിക്കുമെന്ന രീതിയിൽ അവരെ നമ്മൾ ആത്മമിത്രമാക്കുകയും അവരെ നമ്മൾ സഹായിക്കുമെന്ന രീതിയിൽ അവരോടൊപ്പം ഒത്തുചേർന്ന് പോകുന്നതിൽ യുസാരി അവൻ അതിർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താകും? അവർ നേരത്തെ ഹൃദയത്തിൽ മറച്ചു വെച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളിൽ ഖേദിക്കുന്നവരായി തീരും. അസ്ബഹു ഫി അൻഫുസിഹിം നാദിമീൻ. ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم. അപ്പോൾ വിശ്വാസികൾ ചോദിച്ചു പോകും. يقول الذين آمنوا, വിശ്വാസികൾ ചോദിച്ചു പോകും, أهؤلاء الذين أقسموا بالله جهد أيمانهم. ഇവരാണോ ജഹ്ദ ഐമാനിഹിം, അങ്ങേ അറ്റത്തെ സത്യം ചെയ്തവർ? അഖ്സമു ബില്ലാഹി, അള്ളാഹയെ കൊണ്ട് സത്യം ചെയ്തവർ. ജഹ്ദ ഐമാനിഹിം, അങ്ങേ അറ്റത്തെ സത്യം. ഉറപ്പായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നഹും ലമഅക്കും, ലമഅക്കും, തീർച്ചയായും ഇന്നഹും, തീർച്ചയായും അവർ, ലമഅക്കും, നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് സത്യം ചെയ്തവർ ഇവരാണോ എന്ന് ആ സമൂഹം, വിശ്വാസികൾ ചോദിച്ചു പോകും. ഹബിത്തത് അഅ്മാലുഹും, അവരുടെ അമലുകൾ ലാപ്സായിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസി സമൂഹത്തിനല്ലാത്തവര് വലിയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പണി പാഴായി. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഹബിത്തത് അഅ്മാലുഹും, അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം എന്തായി? പാഴായിപ്പോയി. അസ്ബഹു ഖാസിരീൻ, അവർ നഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി. ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ബാക്കിലോട്ട് പോയിട്ട് ആലോചിച്ച് നോക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. അവിടെ മുതൽ വായിച്ചു നോക്കണം. എല്ലാം പറഞ്ഞു വന്നതിന് ശേഷം നിങ്ങൾ അവരെ ഒന്നും ആത്മമിത്രങ്ങളാക്കരുത്. അങ്ങനെ ആത്മമിത്രമാക്കി കഴിഞ്ഞാൽ അവൻ അവരോടൊപ്പമുള്ളവരാണ്, അവരെ പോലെയായിത്തീരും, അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിത്തീരും. പിന്നീട് നിങ്ങൾ ആ പറഞ്ഞതിനൊക്കെ ഖേദിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ എന്തായിത്തീരും? ഇർത്തിദായായിത്തീരും എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് വന്നു, ഇസ്ലാം സ്വീകരിച്ചു, ഇന്നാളെ പറയാണ് എനിക്കിത് പറ്റില്ല, അവനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. എന്താണ്? അവൻ ഇവരോടൊപ്പം ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സുപ്രഭാതത്തിൽ അവൻ എന്ത് ചെയ്യാണ്? മറുവിഭാവവുമായി വലിയായി തീർന്നു, ഒത്തുചേർന്നു, ആത്മമിത്രമാക്കി. പിന്നെ സംഭവിക്കുന്ന എന്താണ്? അവൻ അവരോടൊപ്പമായി തീരും. അങ്ങനെ ആയിത്തീർന്നാൽ മയ്യർത്തദ്ദമീൻകും, അങ്ങനെ ആയിക്കൊണ്ട് ആരെങ്കിലും ദീനിൽ നിന്നും മുർത്തദ്ദായാൽ അവനെക്കൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. നമ്മൾ വിചാരിക്കാവോ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു, ഭയങ്കര കനത്ത നഷ്ടമായി പോയി. അങ്ങനെ നഷ്ടമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ, അല്ലാഹ് വേറൊരു സമൂഹത്തെ കൊണ്ടുവരും. അപ്പം നമുക്കും ബാധകമാണ്. നേർക്ക് നേരെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കും ബാധകമാണ്. അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പണിയെടുക്കുന്നു?
എന്ത് വിയർപ്പൊഴുകുന്നു. നമ്മളൊരു മരം നട്ടു, അത് ഒരു വിത്ത് നട്ടു. ആ വിത്ത് നട്ടാൽ ആ വിത്തിനെ പരിപാലിക്കണം. പരിപാലിച്ച് കൊണ്ടിരുന്നാൽ അതിന് വെള്ളവും വളവും കൊടുക്കേണ്ട സമയത്ത് വെള്ളവും വളവും കൊടുക്കണം. നിങ്ങളൊരു വാഴ നട്ട് കൊടുക്കുക. വാഴ നട്ട് വളർന്നൊക്കെ കുറേ ആയതിനു ശേഷം അതിന് വളവും വെള്ളവും ഒഴിച്ചിട്ട് കാര്യമില്ല. അതിന് ആദ്യത്തെ 4 മാസമാണ് എന്ത് കൊടുക്കേണ്ടത്? വെള്ളവും വളവും കൊടുക്കേണ്ടത്. അത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പം അതേപോലെ വളർന്നു വരുന്ന പ്രസ്ഥാനത്തിന്, ദീനിന് കൊടുക്കേണ്ട രീതിയിൽ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കണം. അത് കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? നമ്മളെയൊന്നും പരിഗണിക്കൊന്നുമില്ല. ഫസൗഫയഅ്തില്ലാഹു ബിഖൗമിൻ, വേറെ സമൂഹത്തെ എന്താ കൊണ്ടുവരും? നമ്മളിങ്ങനെ വാതിൽക്കൽ നിൽക്കുകയാണ്. വാതിൽക്കൽ എന്ത് ചെയ്യാണ്? തടസ്സമായി നിൽക്കുകയാണ്. ബേക്കിൽ വരുന്നവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ച് ഗ്രഹിച്ച് ഇതാണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നമ്മൾ വാതിൽപ്പടിയിൽ വിലങ്ങ് തടികളായി നിൽക്കുകയാണ്. നമ്മളോട് മാറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ തള്ളി മാറ്റിയിട്ടിട്ട് അള്ളാഹ് എന്ത് ചെയ്യും? വേറെ സമൂഹത്തെ കൊണ്ടുവരും. ഫസൗഫയഅ്തില്ലാഹു ബിഖൗമിൻ. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സമൂഹത്തിൻ്റെ അടയാളം എന്തായിരിക്കുമെന്നാണ് പറഞ്ഞത്. കുറേ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, എല്ലാ ചോദ്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അവരുടെ അടയാളം എന്താ? യുഹിബ്ബു ഹും. യുഹിബ്ബുവിൻ്റെ കർത്താവ് അള്ളയാണ്, മുമ്പ് പറഞ്ഞ ലഫ്ലുൽ ജലാലത്ത്. അപ്പോൾ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, ഹും അവര്. അപ്പോൾ ഒരു കൗമിനെ കൊണ്ടുവന്നാൽ ആ കൗമിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അപ്പം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു കൗമിനെ അള്ളാഹ് കൊണ്ടുവരും. യുഹിബ്ബൂന ഹു, ആ കൗം ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബൂന, ആ കൗം ഇഷ്ടപ്പെടുന്നു. ഹു, അവനെ. എന്തായി? പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹ് ആ സമൂഹത്തെയും ആ സമൂഹം അള്ളയെയും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഔലിയാക്കൾ എന്തായിരിക്കണം? അള്ളാന്റെ അതിനാണ് ഞാൻ ഹദീസ് ഇട്ട് തന്നത്. ഹദീസ് നമ്മൾ വായിച്ചു നോക്കുക. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്താകുന്നത്? നമ്മൾ അടുത്ത ആയത്തിൽ വരുമ്പോഴത്തേക്ക് പറയാം. അപ്പം അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളയും ഇഷ്ടപ്പെടും. നമ്മൾ മുമ്പ് പറഞ്ഞു റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇത് വേറൊരു വാക്കാണ്. അവിടെ എന്താണ്? തൃപ്തിപ്പെടുകയാണ്, സംതൃപ്തരാണ്. അള്ളാഹ് ആ സമൂഹത്തെക്കുറിച്ച് സംതൃപ്തരാണ്, ആ സമൂഹം അള്ളയെക്കുറിച്ചും സംതൃപ്തരാണ്. ഇവിടെ എന്താണ്? മഹബ്ബത്താണ്. ഒരാൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, തിരിച്ചും സ്നേഹിക്കുകയാണ്. അള്ളാഹ് അവരെ സ്നേഹിക്കുന്നു, അവർ അള്ളയും സ്നേഹിക്കുന്നു. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ. നേരത്തെ പറഞ്ഞല്ലോ, അവരെന്താണ്? വിശ്വാസികളോട് വിനയാന്വിതരാണ്. അതില്ലത്തിൻ. അപ്പം അതില്ലത്തിന് കസ്റ വരാൻ കാര്യം നേരത്തെ പറഞ്ഞ കൗമാണ്. യഅ്തില്ലാഹു ബിഖൗമിൻ, ഒരു കൗമിനെ അള്ളാഹ് കൊണ്ടുവരും. അതില്ലത്തിൻ, വിനയാന്വിതരായ, അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട്. മറ്റേ പറഞ്ഞത് യഹിബ്ബുഹും യഹിബ്ബൂന എന്ന് പറഞ്ഞത് ഫെയിലിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് നമുക്ക് അതിന് അടയാളം മനസ്സിലാകത്താണ്. അപ്പം അതില്ലത്തിന് വന്നപ്പോൾ ബിഖൗമിൻ എന്ന് പറഞ്ഞ കൗമിൻ്റെ ബദലാണ് അതില്ലത്ത്. വിനയാന്വിതരായ സമൂഹം. അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട് അവർ വിനയാന്വിതരായിട്ടാണ് പെരുമാറുന്നത്. അഇസ്സത്തിൻ അൽ കാഫിരീൻ, സത്യനിഷേധികളോട് പ്രതാപവാന്മാരായിട്ടാണ് പെരുമാറുന്നത്. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ അവരെന്ത് ചെയ്യുന്നു? കഠിന പ്രയത്നം നടത്തുന്നു. വലാ യഖാഫൂന ലൗമത ലാഇം, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല. മക്കളുടെ കാര്യം നോക്കണ്ടേ, പാപ്പയുടെ കാര്യം നോക്കണ്ടേ, വീട്ടിൻ്റെ കാര്യം നോക്കണ്ടേ, ജോലിക്കാര്യം നോക്കണ്ടേ, എന്ത് സമ്പാദിച്ചു, എന്ത് ആസ്തിയുണ്ട്, ഒരു രോഗം വന്നാൽ എന്തായിത്തീരും, മക്കൾക്ക് രോഗം വന്നാൽ എന്തായിത്തീരും, ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ എന്തായിത്തീരും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലാ യഖാഫൂൻ, ഡോണ്ട് കെയർ, അവരവരെ ഭയപ്പെടുന്നില്ല. ലൗമത ലാഇം, പരിഹാസകൻ്റെ പരിഹാസം. ഇതാണ് പരിഹാസം. ഒരു ഇസ്ലാമിക പ്രവർത്തകൻ വന്നിരിക്കുന്നു, വീട് നന്നാക്കിയിട്ടല്ല കുടുംബം നന്നാക്കും, അല്ല നാട് നന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കാര്യം കളഞ്ഞിട്ടാണ് നാട് നന്നാക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള പരിഹാസകന്മാരുടെ ഒരു പരിഹാസത്തെയും അവൻ പരിഗണിക്കുന്നില്ല.
അല്ലെങ്കിൽ അതിനൊന്നും പേടിക്കുന്നില്ല. ദാലിക ഫദ്ലുല്ലാഹ്, ആ പദവി എന്ന് പറയുന്നത് മഹബത്തും പിന്നെന്താണ് വിശ്വാസികളോട് അതില്ലത്തും കാഫറുകളോട് അഴ്സത്തുമായിട്ട് വരുന്ന അങ്ങനെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ദാലിക ഫദ്ലുല്ലാഹ്, ആ പദവി എന്ന് പറയുന്നത് അള്ളാന്റെ ഔദാര്യമാണ്, ജനറോസിറ്റി ആയിട്ട് കൊടുക്കുന്നതാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർ കൊടുക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമേ ഓരോരുത്തരുടെയും ഈ ഉദ്ദേശം അറിയാൻ പറ്റുള്ളൂ. അവൻ എത്രത്തോളം ഈമാനോട് കൂടിയാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്നത്, യഥാർത്ഥത്തിൽ അവൻ അതില്ലത്തിനാൽ മുഅ്മിനീനാണോ, വിശ്വാസികളോട് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളോട് അവൻ വിനയാന്യതരായി പെരുമാറുകയും കാഫറുകളോട് അങ്ങനെ പ്രതാപത്തോട് പെരുമാറുകയും അള്ളയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും. അല്ലാഹു വാസിഉൻ അലീം, അള്ളാഹ് വിശാലമാണ് അലീമുമാണ്. ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു, നിങ്ങളുടെ ആത്മമിത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മമിത്രം, ഇന്നമാ വലിയ്യുക്കും, നിങ്ങളുടെ ആത്മമിത്രം ആരായിരിക്കണം? അല്ലാഹ് വറസൂൽ. അപ്പം ഏറ്റവും ടോപ്പിൽ എന്താണ്? അല്ലാഹ്. വറസൂലു, അതിന് അടിയായിട്ട് റസൂലുണ്ടാകും. വല്ലദീന ആമനു, വിശ്വാസികളും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാ റബ്ബുക വൽ മലക്കു എന്ന് പറഞ്ഞല്ലോ. ജാ റബ്ബുക വൽ മലക്കു, മലക്കും വരും, മലക്കുകളും വരും, റബ്ബും വരും. അപ്പം റബ്ബ് വന്നും വരും, മലക്കുകളും വരും എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ആഗമനവും മലക്കുകളുടെ ആഗമനവും ഒരേപോലെയാണോ? അല്ല. അതേപോലെയാണ് ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലു, അള്ളയാണ് നമ്മുടെ വലിയ സൂപ്പർ വലിയ. അതിൻ്റെ താഴെ നമ്മൾ റസൂലിനെ കൂട്ടി പിടിച്ചിട്ട് അള്ളാഹിൻ്റെ അടുക്കലേക്ക് വലിയാകണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ചെന്താ? ഇവരെല്ലാവരും നമുക്ക് വലിയ നമ്മുടെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനും ഉത്തരവാദിത്വം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കാനും അർഹരാണ്. അങ്ങനെ അർഹരും യോഗ്യരുമാണ് അവര്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എല്ലാം എന്റെ കംപ്ലൈന്റ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ചില സമയത്തൊക്കെ ഡിസ്പ്ലേ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് ചേഞ്ച് ഓവർ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ വേറെ നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക്. അന്നേരം എന്തോ സംഭവം വന്നായിരുന്നു, നിങ്ങളെ ടെക്നോളജി മാറിയെന്നോ അല്ലെങ്കിൽ സെറ്റ് സൗണ്ട് സിസ്റ്റം മാറിയെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങളുടെ പ്രോബ്ലം ആകാമെന്ന് ഞാൻ പറഞ്ഞത്, എപ്പോഴും എൻ്റെ പ്രോബ്ലം അല്ല. ഇപ്പോൾ ഇവിടെ പ്രോബ്ലം ഒന്നും ഉള്ളതായിട്ട് പറഞ്ഞില്ല. ശരി. അപ്പോ അള്ള വലിയാണ്, റസൂല് വലിയാണ്, വല്ലദീന ആമനു, വിശ്വാസികളും വലിയാണ്. അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിശ്വാസപരമായ ആദർശപരമായ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനും കേൾക്കാനും പരസ്പരം ഷെയർ ചെയ്യാനും അർഹതയും യോഗ്യതയുമുള്ളത് ആരാണ്? ആദർശ പ്രതിബദ്ധതയുള്ള സഹോദരന്മാരാണ്. ആ കൂട്ടത്തിൽ എന്താ? റസൂലുമുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം ഏൽപ്പിക്കേണ്ടത് അള്ളയാകുന്ന വലിയതിലേക്കാണ്. നിങ്ങളുടെ സൗണ്ട് സിസ്റ്റം ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ട് കൊടുക്കട്ടാ. എല്ലാവരും കേൾക്കുന്നുണ്ട്. ഒരാൾക്ക് കേൾക്കുന്നുണ്ട്. ഒരാൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. കേൾക്കുന്നുണ്ട്. പിന്നെ ഈ വിശ്വാസികൾ ആരാണ്? വിശ്വാസികളിൽ എങ്ങനെയുള്ളവരാണ് വലിയാകുന്നത്? അല്ലദീന യുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവരാണ്. വയുഅ്തൂന സകാത്ത, സക്കാ നൽകുന്നവരാണ്. വഹും റാക്കിഊൻ, അവർ നമിക്കുന്നവരുമാണ്. അള്ളാഹ് പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും മുന്നിൽ, എല്ലാ കൽപ്പനകളുടെയും മുന്നിൽ അവർ നമ്മുടെ ശിരസ്കരായി നിൽക്കുന്നവരാണ്.
അവരെല്ലാ കാര്യങ്ങളിലും അനുസരിച്ചുകൊണ്ട് എല്ലാ ആരാധനകളും കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ഇതാണ് അള്ളാഹിൻ്റെ വലിയാകുന്നതിൻ്റെ ഒന്നാമത്തെ യോഗ്യത. മൻ ആദാനി വലിയൻ ആദൻതുഹു ബിൽ ഹർബ്. അതാണ് ഞാൻ ഇട്ടുന്ന ഹദീസ്. ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത് പിന്നീട്? ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മമിത്രം, ഏറ്റവും അടുത്ത ആള്. അപ്പം അള്ളയുമായി ഏറ്റവും അടുത്ത ആള് ആരാണ് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ അല്ല, അതിന് മുമ്പൊരു വാക്യമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. വലമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ. അതെ, അതിന് മുമ്പൊരു വാക്കുകൂടെ ഉണ്ട്. അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൊണ്ട് നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് വലിയ. അതിന് മുമ്പ് ഒരു ധരണയുണ്ട്, ആദ്യം രണ്ടാമത് മിമ്മഫ്തറദ്തുഹു ഇലയ്യ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അപ്പം അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. പിന്നീട് ഐച്ഛികമായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുമായി അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, പിന്നെ ഞാൻ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന അവൻ്റെ കാത് ഞാനായി മാറും. എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവന് കേൾക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം എന്തായിരിക്കും? അരോചകമായിരിക്കും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും. വയദഹു അല്ലദീ യബ്തിശു ബിഹി, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറും. അങ്ങനെ ഓരോ സംഗതികൾ ചെയ്യുന്തോറും എന്താവും? അള്ളാഹുമായി അടുത്ത് കൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ അവസാനം എന്ത് സംഭവിക്കും? വയദഹു അല്ലദീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. വഇൻ സഅലനി ലഉഅതിയന്നഹു, അവൻ ചോദിച്ചാൽ അപ്പം ഞാൻ കൊടുത്തിരിക്കും. വലഇൻ ഇസ്തആദനി, എന്നോട് അഭയം തേടിക്കഴിഞ്ഞാൽ ലഉഈദന്നഹു, അവന് ഞാൻ അഭയം നൽകും. അതിൻ്റെ തുടക്കം ഏതാണ്? മിമ്മഫ്തറദ്തുഹു ഇലയ്യ, ഞാൻ അവനോട് നിർബന്ധമാക്കിയ സംഗതികൾ അവൻ എന്ത് ചെയ്യുന്നു? കൃത്യമായി നിർവഹിക്കുന്നു. അതാണ് ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ലദീന യുഖീമൂന സ്വലാത്ത വയുത്തീഊന സകാത്ത്. അപ്പം പ്രത്യക്ഷത്തിൽ നമസ്കരിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ മക്കയിൽ പോയി ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. എന്താ മക്കയിൽ നമസ്കരിച്ചിട്ട് ഇപ്പം ഇശാ നമസ്കരിച്ചു. ഞാൻ ഇപ്പം മക്കയിൽ ഇശാ നമസ്കരിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവനല്ല വലിയ. മറിച്ച് എന്താണ്? വിശ്വാസികളോടൊപ്പം നമസ്കാരം നിലനിർത്തുന്നവനാണ്. യുഖീമൂന സ്വലാത്ത വയുത്തൂന സകാത്ത, നിർബന്ധദാനം നൽകുന്നവരാണ്. വഹും റാക്കിഊൻ, നമിക്കുന്നവരാണ്. വമൻ യതവല്ലല്ലാഹ വറസൂലഹു, അങ്ങനെ ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വല്ലദീന ആമനു, വിശ്വാസികളെയും ഈ പറഞ്ഞ രീതിയിൽ വലിയായി സ്വീകരിച്ചാൽ ഫൈന ഹിസ്ബല്ലാഹ്, അപ്പോൾ അങ്ങനെയുള്ളവനാണ് അള്ളാഹിൻ്റെ കക്ഷി എന്നാ പറഞ്ഞില്ല. അള്ളാഹിൻ്റെ കക്ഷിയാണ് വിജയിക്കുന്നവർ എന്നാണ് പറയുന്നത്. അപ്പം ഇടയ്ക്ക് എന്തുണ്ട്? ഒരാശയം വിട്ടിട്ടുണ്ട്. അതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അള്ളാഹിൻ്റെ കക്ഷികൾ. അത് ചെയ്യുന്ന കക്ഷികളാണ് ജയിക്കുന്നത്. അവരാണ് ജയിക്കുന്നത്. ഹുമുൽ ഗാലിബൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുല്ലദീന ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബൻ. ഇസ്ലാമിനെയും ദീനിൻ്റെ കാര്യങ്ങളെയും ഒക്കെ ഹുസുവ്, അതൊക്കെ ഒരു പരിഹാസമാക്കുക, തമാശയാക്കുക, കളി തമാശയാക്കുക. ഹുസുവൻ വലഇബൻ, പരിഹാസവും കളിയുമാക്കുക.
മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വൽ കുഫാറ. അത് ജൂതനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, പ്രതീക്ഷേരിയാകട്ടെ, ആരായിരുന്നാലും അങ്ങനെയുള്ളവർ വലിയാക്കാൻ ഒരിക്കലും യോഗ്യതയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ സ്വീകരിക്കരുത്. ഔലിയാ വത്തഖുല്ലാഹ് ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളെങ്കിൽ അള്ളാഹെ സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ അള്ളാഹെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇക്കവും സലാത്തും നിസ്കാരവും കാര്യവും അല്ല പറഞ്ഞില്ല. ഇവിടെ അള്ളാഹെ സൂക്ഷിക്കാൻ പറഞ്ഞത് വലിയായി സ്വീകരിക്കുന്നിടത്ത്, വലിയനെ സ്വീകരിക്കുന്നിടത്ത് അവൻ അള്ളയെയും റസൂലിനെയും നമസ്കാരവും സക്കാത്തും അല്ലെങ്കിൽ നിർബന്ധ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന വിശ്വാസികളെയും മാത്രമേ വലിയായി സ്വീകരിക്കാവൂ. അങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കുക. തഖ്വ ഇൻ കുന്തും മുഅ്മിനീൻ, വിശ്വാസികൾ. ഓക്കെ, വിശാലമായി ചിന്തിച്ച് വായിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ഇസ്ലാമിനെ ചരിത്രപരമായി അവിടെ നിർത്തി വായിക്കുന്നതിന് പകരം, ഖുർആനിനെ അവിടെ നിർത്തി വായിക്കുന്നതിന് പകരം അവിടെ നിങ്ങോട്ട് വന്നിരിക്കുന്ന ചരിത്രപരമായ സംഭവ വികാസങ്ങളോടൊപ്പം നമുക്ക് വായിച്ചു പോകാൻ. ഇവിടെ അങ്ങോട്ട് ഇനിയും സംഭവ വികാസങ്ങൾ ബാക്കി കിടക്കുന്നേ ഉള്ളൂ, തീർന്നില്ല. അടുത്ത രാജ്യത്തിലേക്ക് എത്തി. അല്ലാഹ് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് മുസ്ലിം ഉമ്മത്തിന് ഐക്യം പുനഃസ്ഥാപിക്കട്ടെ. അതിലൂടെ ഇസ്ലാമിൻ്റെ ഇസ്സത്ത്, പ്രതാപം, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അല്ലാഹ് പ്രതാപം നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. എല്ലാവിധത്തിലുള്ള മുസ്ലിം കക്ഷികളിലും വിഭാഗങ്ങളിലും രാഷ്ട്ര നേതാക്കന്മാരിലുമുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് അവരെയൊക്കെ ദീനിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാനും പ്രതാപത്തോടുകൂടി ദീനിൻ്റെ പ്രതാപം കൊണ്ട് പ്രതാപവാന്മാരായി തീരാനും, അങ്ങനെ വളരെ നിസ്സാരന്മാരായ ഒന്നുമല്ലാത്ത, ലോകത്ത് ഒന്നുമല്ല യഥാർത്ഥത്തിൽ, അങ്ങനെയുള്ളവരായ സമൂഹത്തെ ഒന്നുമല്ലാതാക്കി തീർക്കട്ടെ അല്ലാഹ്. നമ്മളെ കയ്യിലാണ് ബിസിനസ്സുകളുള്ളത്, നമ്മളെ കയ്യിലാണ് എല്ലാ നിലയ്ക്കുമുള്ള എല്ലാ വിധങ്ങൾ സൗകര്യങ്ങളും അല്ലാഹ് നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവിധ റിസോഴ്സസ് നൽകിയിട്ടുണ്ട്. റിസോഴ്സ്ഫുള്ളാണ് നമ്മൾ. വി ഹാവ് ഫുൾ ഓഫ് റിസോഴ്സസ്. ഒരുപാട് അവസരങ്ങളും ആ റിസോഴ്സസുകളും സാധ്യതകളും നമുക്ക് അല്ലാഹ് നമ്മളെ മണ്ണിലും വിണ്ണിലും ഒരുക്കി തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ഇത് ഞങ്ങളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടേതായ സംഗതികൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിൽക്കാതിരിക്കാമല്ലോ. നിങ്ങളെ കച്ചവടം ചെയ്യില്ലെന്ന് പറയാമല്ലോ. നിങ്ങളെ വെള്ളം ഞങ്ങൾ കുടിക്കില്ലെന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങളെ വെള്ളം പാനീയങ്ങൾ ഞങ്ങൾ കുടിക്കുകയില്ല. അതിലെ ഒരു റിയാൽ ഇപ്പോൾ അന്ന് ഒരു റിയാലായിരുന്നു, ഇന്നിപ്പോൾ എത്രയാണെന്ന് അറിയില്ല. 330 മില്ലികൾക്കും പെപ്സി. അപ്പോൾ ഒരു റിയാൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 25 ഹലാലെങ്കിലും നമ്മുടെ കുട്ടികളുടെ രക്തം ചിന്തതിനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംഗതി എല്ലാം നമ്മുടെ കയ്യിലാണ് ഉള്ളത്. അത് നമ്മുടെ കയ്യിലുള്ള അധികാരങ്ങൾ ഏത് രീതിയിലുള്ള അധികാരമാണെങ്കിലും ഉപയോഗപ്പെടുത്താൻ അല്ലാഹ് നമുക്ക് ആത്മധൈര്യം നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. وعليكم السلام.